മുമ്പ് ഞങ്ങൾ പ്രസ്താവിച്ചതുപോലെ പ്രസിദ്ധ വിഷയത്തെ ആധാരമാക്കി പാസ്റ്റർ ശിഹാബുദ്ദീൻ ദേശത്തോട് ലഹരിപദാർത്ഥങ്ങളുടെ ഉപയോഗം, അത് വരുത്തിവെക്കുന്ന നാശം, അതിൽ നിന്നൊക്കെയും എങ്ങനെ മുക്തി പ്രാപിക്കാമെന്നുള്ള സത്യവേദ പുസ്തക അടിസ്ഥാനത്തിൽ ഈ ദേശത്തോട് അറിയിക്കുന്നതായിരിക്കും. ആ സന്ദേശം അറിയിക്കുന്നതിനായി പാസ്റ്റർ ശിഹാബുദ്ദീൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൂരത്തും ചാരത്തുമായി ഈ ശ്രദ്ധാപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ പ്രബുദ്ധരായ ദേശനിവാസികൾക്കും അഖിലലോക രക്ഷിതാവും മാനവകുലത്തിന്റെ വീണ്ടെടുപ്പുകാരനുമായ ശ്രീ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യവും പരിപാവനവുമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹാബന്ധനത്തെ അറിയിക്കുകയാണ്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ കടന്നുപോയി മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായിട്ടുള്ള ബോധവൽക്കരണ സുവിശേഷ സന്ദേശം അറിയിച്ചുകൊണ്ടിരിക്കുന്ന പുനലൂർ ഗോസ്പൽ ടീമാണ് ഈ ദേശത്ത് നിങ്ങളുടെ മധ്യേ എത്തി നിൽക്കുന്നത്. മുമ്പുള്ള കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഈ കാലഘട്ടം ധാർമ്മികമായി അധപ്പതിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. മുമ്പൊന്നും നാം കണ്ടിട്ടില്ലാത്ത നിലവാരത്തിൽ ഈ കാലഘട്ടം ധാർമ്മികമായി അധപ്പതിച്ചുകൊണ്ട് അതിന്റെ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ കാണുവാൻ കഴിയുകയാണ്. എവിടെയും സന്തോഷമില്ല, സമാധാനമില്ല, സ്നേഹമില്ല, സൗഹൃദമില്ല. എവിടെയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആകുലതകളും ദുഃഖങ്ങളും കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ അഴിച്ചുവിട്ടുകൊണ്ട് ഒരുപറ്റം മനുഷ്യർ ഇന്ന് ഈ ലോകത്ത് പാപത്തിന്റെ അധീനതയിൽപ്പെട്ട് ജൈത്രയാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രനവ മാധ്യമങ്ങളിലൂടെയൊക്കെ നാം കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരുന്ന വാർത്തകൾ മനുഷ്യന്റെ മനസ്സാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന നിലവാരത്തിലുള്ള വാർത്തകളാണ് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. സ്വന്തം മാതാപിതാക്കന്മാരെ മറക്കുന്ന മക്കളുള്ള ഈ കാലഘട്ടം, ജനിപ്പിച്ച അപ്പനെ ചുറ്റിക കൊണ്ട് അടിച്ചുകൊള്ളുന്ന തലമുറകളുള്ള ഒരു കാലഘട്ടം, സ്വന്തം ദേശം വിട്ട് മറ്റ് ദേശങ്ങളിൽ, മറ്റ് സ്റ്റേറ്റുകളിൽ പഠിക്കുവാൻ പോകുന്ന കുഞ്ഞുങ്ങൾ പോലും അപ്പനാരെന്നറിയുവാൻ കഴിയാതെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഒരു കാലഘട്ടം, 9 മാസം വയറ്റിൽ ചുമന്ന് വേദനയോടെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തിയ കുഞ്ഞിനെ സ്വന്തം കാമുകനോടൊപ്പം ജീവിക്കാൻ കടന്നു പോകേണ്ടതിന് കരിങ്കൽ ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു കൊല്ലുന്ന ഒരു കാലഘട്ടം. ഇതൊക്കെ നമ്മോട് വിളിച്ചറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ കാലഘട്ടം ധാർമ്മികമായി അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ള സത്യം. ഇവിടെ ഞങ്ങൾ വിളിച്ചു പറയുന്നത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ സത്യ സനാതന സുവിശേഷമാണ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും ഒരുപറ്റം മനുഷ്യർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മാറ്റമില്ലാത്ത നിത്യ സുവിശേഷ സന്ദേശം ദേശാന്തരങ്ങൾ തോറും കടന്നു ചെന്നിങ്ങനെ വിളിച്ചു പറയുന്നതിന്റെ ആവശ്യം ആരും നാശകൂപത്തിന് അടിമയായി മാറരുത്. ആയിരിക്കുന്ന പാപപ്രവൃത്തികളുടെ അടിമത്തത്തിൽ നിന്ന് വ്യക്തിജീവിതങ്ങൾ വിടുവിക്കപ്പെടേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുന്നു. ഭാവിയുടെ വാഗ്ദാനമായിരിക്കുന്ന തലമുറകൾ മദ്യവും മയക്കുമരുന്നും ഒക്കെ സേവിച്ചുകൊണ്ട്, ഉപയോഗിച്ചുകൊണ്ട്, വിൽപ്പന നടത്തിക്കൊണ്ട് വരുന്ന തലമുറയെ കൂടി നാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാഴ്ച ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നിർത്തൽ ചെയ്യുവാൻ ഇവിടുത്തെ ഗവൺമെന്റിനോ ഇവിടുത്തെ നിയമപാലകർക്കോ
ഇനി ഏത് ഗവൺമെന്റ് ഇവിടെ ഭരണം നടത്തിയാലും അതിനൊന്നും സാധ്യമല്ല എന്ന് നാം ഇപ്പോൾ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗവൺമെന്റ് തന്നെ മദ്യം ഉണ്ടാക്കുവാനും അത് വിൽക്കുവാനുമുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നു. ഗവൺമെന്റ് തന്നെ സിവിൽ സപ്ലൈസിലൂടെ മദ്യം അനവധിയായി വിറ്റഴിക്കപ്പെടുന്നു. ഇപ്പോൾ വളരെ വേഗത്തിൽ ഭവനത്തിനകത്ത് പോലും മദ്യം എത്തത്തക്ക രീതിയിൽ ആപ്ലിക്കേഷനുകൾ വരെ ഇപ്പോൾ നമുക്ക് സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുക. മൊബൈൽ ഫോണിലൂടെ നാം ഒന്ന് ഓർഡർ ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള മദ്യം നാം ഇരിക്കുന്നിടത്ത് നമ്മുടെ ഭവനത്തിനകത്ത് കൊണ്ടുവന്ന് തരുവാൻ കഴിയുന്ന നിലവാരത്തിൽ ഇന്ന് ഈ ലോകം അല്ലെങ്കിൽ ഈ സാക്ഷരതയിൽ 100% കൈവശപ്പെടുത്തിയെന്ന് അവകാശപ്പെടുന്ന ഈ കേരളത്തിൽ പോലും മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമയായി മനുഷ്യൻ മാറിയിരിക്കുന്നു എന്നുള്ള നഗ്നമായ സത്യമാണ് ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഏത് ഗവൺമെന്റ് മാറി മാറി ഭരിച്ചാലും ഇവിടെ മദ്യത്തിനോ മയക്കുമരുന്നിനോ അക്രമത്തിനോ അരാജകത്വത്തിനോ യാതൊരു കുറവും ഉണ്ടാകുകയില്ല എന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. പിന്നെ ഇതിന് മാറ്റം വരും. എപ്പോഴാണെന്നറിയാമോ? ലോകരക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചക്കാലം ഇതിനൊരു മാറ്റം സംഭവിക്കാൻ പോകുകയാണ്. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികൾക്കൊക്കെ മറുപടിയായി യേശുവെന്ന രക്ഷിതാവ് ഈ ഭൂമിയിൽ വരികയും 1000 ആണ്ട് വാഴ്ചക്കാലം ഇവിടെ നടത്തുകയും അന്ന് സകല മനുഷ്യരും ഒരുപോലെ സ്നേഹത്തിൽ വസിക്കുവാൻ ഇവിടെയായി തീരുന്ന ഒരു കാലഘട്ടം നമുക്ക് മുമ്പിൽ ഉണ്ട് എന്ന് ഞങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ എത്രയോ ഡി അഡിക്ഷൻ സെന്ററുകൾ ഇന്നത്തെ പത്രവാർത്തയിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, വീണ്ടും വീണ്ടും പുതിയ ഡി അഡിക്ഷൻ സെന്ററുകൾ ഗവൺമെന്റുകൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ചു മനുഷ്യൻ ഉന്മാദാവസ്ഥയിലേക്ക് അവൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എവിടെയും മദ്യത്തിന്റെ കുത്തൊഴുക്ക് അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ കുത്തൊഴുക്ക് എവിടെയും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഭവനത്തിൽ നിന്ന് പഠിക്കുവാൻ വേണ്ടി, ജോലിക്ക് വേണ്ടിയൊക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന നമ്മുടെ ചെറിയ തലമുറകൾ അവരാരോടുകൂടെ സംസാരിക്കുന്നു, സഹവസിക്കുന്നു, അവരെന്തിനു പോകുന്നു, എവിടെ പോകുന്നു എന്നൊക്കെ നാം ചിന്തിക്കുകയും അതിനെ അതിരുകളിടുകയും ചെയ്യേണ്ടിയിരിക്കുന്ന കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു എന്ന് നമ്മെ ഈ കാലഘട്ടം വിളിച്ചോർമ്മിപ്പിക്കുക. സ്വന്തം ഭവനത്തിൽ നിന്ന് പഠിക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പോകുന്ന കുഞ്ഞു വൈകുന്നേരം ഭവനത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ല. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോകുന്ന പ്രിയപ്പെട്ടവർ വൈകുന്നേരം നമ്മുടെ ഭവനത്തിൽ എത്തുമെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം എന്താ? അത്രമാത്രം ഈ ലോകം അധപ്പതിച്ചു. അതുപോലെ അത്രമാത്രം തന്നെ മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു കാലഘട്ടമായി ഈ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ ഒരു ലക്ഷ്യം ശബരിമല. അപ്പോൾ ഇത്രമാത്രം ധാർമ്മികമായി അധപ്പതിച്ച മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുകയാണ്. മനുഷ്യൻ മൃഗങ്ങളെക്കാൾ മ്ലേച്ഛകരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്ത് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കിയേ, കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം ജില്ലയിൽ നടന്ന ഒരു കൂട്ടക്കൊലപാതകം നാം എല്ലാവരും കേട്ടതാണ്. പത്രനവമാധ്യമങ്ങളൊക്കെ വളരെ ജയഘോഷം കൊണ്ടാടിയ ഒരു വാർത്തയാണ്. കേവലം 21 വയസ്സ് മാത്രം പ്രായമുള്ള അഫ്വാൻ എന്ന് പറയുന്ന ഒരു ചെറിയ ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലുള്ള പ്രായമുള്ള അപ്പനെയും അമ്മയെയും തന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സഹോദരനെയും താൻ സ്നേഹിച്ച പെൺകുട്ടിയെയൊക്കെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന നിലവാരത്തിൽ ആ മനുഷ്യന്റെ ബുദ്ധി, മനസാക്ഷി മരവിച്ചുപോയി. എന്താണ് കാരണം? ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മദ്യവും മയക്കുമരുന്നുമൊക്കെയാണ്. മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവനെ നിസാരമായി എണ്ണിക്കൊണ്ട് കോഴിയെ തലയെറുക്കുന്ന ലാഘവത്തോടുകൂടി മനുഷ്യന്റെ തലയറുത്ത് തള്ളിക്കൊണ്ടിരിക്കുക എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇതിനൊരു മാറ്റം സംഭവിച്ചേ മതിയാകുകയുള്ളൂ.
ഇതിനൊരു മാറ്റം ഉണ്ടായേ മതിയാകുകയുള്ളൂ. ഒരു മനുഷ്യൻ മറ്റു മനുഷ്യനെ ജീവിക്കുവാൻ അനുവദിക്കാതെ എന്തിന്റെ പേരിലായാലും, മതത്തിന്റെ ആയാലും, വർഗത്തിന്റെ ആയാലും, വർണ്ണത്തിന്റെ ആയാലും, നിറത്തിന്റെ ആയാലും പേരിൽ ഇന്ന് തലയറുത്ത് കൊന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പ്രിയമുള്ളവരെ? ഇതിനൊരു മാറ്റം സംഭവിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനൊരു രൂപാന്തരം ഉണ്ടാകണം. മനുഷ്യന്റെ മനസ്സിന് ഒരു രൂപാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ ഇന്നിവിടെ നടക്കുന്ന അക്രമ പ്രവൃത്തികൾക്ക് അവസാനം കാണുവാൻ കഴിയുകയുള്ളൂ. ഏതൊക്കെ ഗവൺമെന്റുകൾ ഭരിച്ചാലും, ഏതൊക്കെ നിയമപാലകന്മാർ നോക്കിയാലും ഇതിനൊന്നും ഒരു അറുതി ഉണ്ടാക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ ഈ പല പ്രശ്നത്തിനുമുള്ള മറുപടി തരുവാൻ കഴിയുന്ന ആ നല്ല രക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തു ഈ മനുഷ്യന്റെ മനസ്സിന് രൂപാന്തരം വരുത്തുവാൻ കഴിയുന്നവനാണ് എന്ന് ഞങ്ങൾ ദേശനിവാസികളോട് വിളിച്ചു പറയാൻ താല്പര്യപ്പെടുകയാണ്. പണ്ട് ആഫ്രിക്കൻ വനാന്തരങ്ങളിലൊക്കെ മനുഷ്യനെ കൊന്നു ഭക്ഷിച്ചുകൊണ്ടിരുന്ന മനുഷ്യരുടെ ഇടയിൽ പോലും മിഷണറി പ്രവർത്തകർ കടന്നു ചെന്ന് ദൈവത്തിന്റെ സത്യ സുവിശേഷം വിളിച്ചറിയിച്ചപ്പോൾ ആ നരഭോജികളായിരിക്കുന്ന മനുഷ്യരെ പോലും മനുഷ്യ സ്നേഹികളാക്കി മാറ്റിയതാണ് ഈ സത്യ സുവിശേഷം. ആ മാറ്റമില്ലാത്ത സത്യ സുവിശേഷമാണ് ഈ പകൽക്കാലം ഈ ദേശനിവാസികളും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നഗ്നമായ സത്യം നിങ്ങൾ വിസ്മരിച്ചു കളയരുതെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. നോക്കി, ഇവിടെയാണ് സുവിശേഷത്തിന്റെ പ്രാധാന്യത. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചത് തന്നെ മാനവകുലത്തിന്റെ പാപത്തിൽ നിന്ന് അവനെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. ദൈവത്തോടൊപ്പം വസിക്കുവാൻ വേണ്ടി, ദൈവത്തോടൊപ്പം വാഴുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചാക്കിയ മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ആദാമ്യ പാപത്തിന് അടിമകളായി മാറിയപ്പോൾ ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി, ദൈവത്തോടുള്ള സഹവാസം നഷ്ടപ്പെട്ടവരായി, ദൈവത്തിന്റെ ശാപത്തിന് കീഴിൽ ഈ ഭൂമിയിലേക്ക് നിബന്ധിക്കുവാൻ ഇടയായി തീർന്നു. വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി വിളിച്ചു പറയുന്നു, ദൈവം തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സൃഷ്ടികളെ ഏറ്റവും മണിമകുടമായിരിക്കുന്ന സൃഷ്ടിയാണ് മനുഷ്യ സൃഷ്ടി എന്നുള്ളത്. എന്നാൽ ഈ മനുഷ്യൻ നിമിത്തം സാക്ഷാൽ ദൈവമായിരിക്കുന്ന ലോകരക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തു തന്റെ ദൈവത്വം വിട്ടുകളഞ്ഞ് ഒരു പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അവതരിക്കുവാൻ ഇടയായി തീർന്നു. കാരണം എന്താ? ദൈവവുമായുള്ള ദൈവം കൽപ്പിച്ച കൽപ്പനയ്ക്ക് അവിടെ വിരാമമിട്ടുകൊണ്ട് ദൈവത്തോട് തന്നെ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു. ആ മനുഷ്യനെ ദൈവവുമായി നിരപ്പിക്കുവാൻ കഴിയുന്ന ഒറ്റ നാമമേ ഉള്ളൂ. ആ നാമമായി ഇന്ന് ഞങ്ങൾ ഇവിടെ പറയുന്ന ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമം. നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. രണ്ടുപേര് ഒരുപക്ഷെ ഈ കവലയിൽ വാക്കുതർക്കം ഉണ്ടാകുകയാണ്. രണ്ടുപേര് വാക്കുതർക്കം ഉണ്ടാകുമ്പോൾ അതിനൊരു പരിസമാപ്തി ഉണ്ടാക്കുവാൻ വേണ്ടി മൂന്നാമതൊരു വ്യക്തി ആ പ്രശ്നത്തിലേക്ക് കടന്നു ചെല്ലുകയും അവരുടെ മധ്യത്തിലേക്ക് മൂന്നാമത് ചെല്ലുന്ന മധ്യ ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ ഒരു മധ്യസ്ഥ വഹിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു. ഇതാണ് ഇവിടെ യേശുക്രിസ്തുവും ചെയ്തിരിക്കുന്നത്. ദൈവത്തോട് പാപം ചെയ്ത് ദൈവദേശത്ത് നഷ്ടപ്പെട്ട് ഭൂമിയിലേക്ക് നിബന്ധിച്ചു പോയ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ വേണ്ടി സാക്ഷാൽ ദൈവമായിരുന്ന യേശുക്രിസ്തു മനുഷ്യ ജന്മമെടുത്ത് യഹൂദ സ്ത്രീയായിരുന്ന പുരുഷൻ തൊടാത്ത സ്ത്രീയുടെ ഉദരത്തിൽ ജന്മമെടുക്കുവാൻ ഇടയായി തീർന്നു. എങ്ങനെയാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ജന്മമെടുത്തു. താൻ ഈ ഭൂമിയിൽ അവതരിച്ചു. 33.5 വർഷം വരെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതം ബാധിച്ചവനെ ശാസിച്ചവന്റെ ഭൂതത്തെ പുറത്താക്കി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഘോഷിച്ചുകൊണ്ട് 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകന്റെ കരങ്ങൾക്ക് കീഴെ യോർദാൻ നദിയിൽ നിബഞ്ജന സ്നാനം സ്വീകരിച്ചുകൊണ്ട് 33.5 വയസ്സിൽ ലോകമാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി റോമാ ഗവൺമെന്റിന്റെ നീചമരണമായ ക്രൂശ് മരണം ഏറ്റെടുത്തുകൊണ്ട് റോമൻ പടയാളിയുടെ ചാട്ടവറടി ഏറ്റ് ശരീരത്തിൽ നിന്ന് രക്തം ഉഴവുചാലുകളെ പോലെ പാഞ്ഞൊഴുകിക്കൊണ്ട്
പച്ച പൈൻ മരകൃഷി ചുമലിലേറ്റിക്കൊണ്ട് ഗവത മുതൽ ഗോൽഗോത വരെ വീണുമെഴുന്നേറ്റും നടന്നു കയറിയത് ലോകമാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയായിരുന്നു. ലോകമാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ലോകരക്ഷിതാവായിരിക്കുന്ന, പാപമില്ലാത്ത, പരിശുദ്ധനായിരിക്കുന്ന, നിർദോഷനായ, നിർഭയനായ യേശുക്രിസ്തു എന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കാൽവറിയുടെ കൊലക്കളത്തിൽ പരമയാഗമായി മാറിയത് എന്നെയും നിങ്ങളെയും ലോകമാനവരാശിയെ മുഴുവനും രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ പലവിധ വിശ്വാസത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ് പലരും. പല വിധത്തിലുള്ള കാഴ്ചകൾ, നേർച്ചകൾ, യാഗങ്ങൾ, ഹോമങ്ങൾ, പല വിധത്തിലുള്ള നോമ്പുകൾ, അനുഷ്ഠാനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഈ ലോകത്ത് മനുഷ്യൻ ജീവിക്കുക. പലവിധമാകുന്ന കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവന്റെ ഉള്ളിലെ ചിന്ത എന്ന് പറയുന്നത് ഈ പ്രവൃത്തി കൊണ്ട് എന്റെ പാപത്തിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ നന്മ പ്രവൃത്തി ചെയ്താൽ അവന്റെ പാപത്തിന് അത് പരിഹാരമായി മാറുകയില്ല എന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി നമ്മോട് വിളിച്ചു പറയുന്നു. മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ഏകനാമം ലോകരക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമമാണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി നമ്മോട് അത് വിളിച്ചു പറയുമ്പോൾ നമ്മുടെ കർമ്മങ്ങളും ഹോമങ്ങളും യാഗങ്ങളും കാഴ്ചകളും നേർച്ചകളും നാം പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ചാലും നോമ്പെടുത്താലും അനുഷ്ഠാനങ്ങൾ നാം അനുഷ്ഠിച്ചാലും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം കണ്ടെത്തുവാൻ കഴിയത്തില്ല. കാരണം പാപിയായിരിക്കുന്ന മനുഷ്യനെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി ലോകരക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ തന്റെ അവസാനത്തുള്ള രക്തവും കാൽവറിയുടെ കൊലക്കളത്തിൽ ഒഴുക്കി നൽകി മാനവരാശിയെ സ്നേഹിച്ചു. മാനവരാശിയെ തന്നോട് ചേർത്ത് പിടിച്ച് സ്നേഹിച്ച് രക്ഷിച്ചെടുക്കുവാൻ കഴിഞ്ഞ ഒരു രക്ഷകനുണ്ടെങ്കിൽ, ഒരു നാമമുണ്ടെങ്കിൽ ഇവിടെ ശിഹാബുദ്ദീൻ വിളിച്ചു പറയുന്ന ലോകരക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ് എന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു പറയുവാൻ കഴിയും. കുറെ കാലങ്ങൾക്ക് മുമ്പ് മദ്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ സുവിശേഷം വിളിച്ചു പറയുന്ന ഞാൻ. വിവിധമാകുന്ന പാർട്ടികളുടെ ചട്ടുകമായി മാറി അടിയും പിടിയും പ്രശ്നങ്ങളുമൊക്കെയായി കലാലയങ്ങൾ തോറും വടിവാളുമായി കയറിയിറങ്ങി നടന്നിരുന്ന ശിഹാബുദ്ദീൻ അതുവരെയും സ്വസ്ഥതയെന്തെന്ന് അനുഭവിക്കുവാൻ കഴിയാതെ, സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവനായി മാറിയിരുന്ന ശിഹാബുദ്ദീനെ ഈ രൂപത്തിൽ ഒരു മനുഷ്യ സ്നേഹിയാക്കി മാറ്റിയെടുത്തത് ഞാൻ വിശ്വസിച്ചിരുന്ന മതപ്രസ്ഥാനങ്ങളോ യോഗ നേതാക്കന്മാരോ തത്വസംഹിതകളോ അല്ല, മറിച്ച് ഞാൻ ഇന്നിവിടെ വിളിച്ചു പറയുന്ന ലോകരക്ഷിതമായിരിക്കുന്ന യേശുക്രിസ്തു എന്ന സത്യ സുവിശേഷമാണ് എന്നെ മാറ്റിയെടുക്കുവാൻ ഇടയായി തീർന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത്, യേശുവിനല്ലാതെ ലോകമാനവരാശിക്ക് ഒരു രക്ഷയുമില്ല. യേശു ക്രിസ്തുവിനല്ലാതെ മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്താൻ മറ്റൊന്നിനും സാധ്യമല്ല. ആ യേശു ഇവിടെ വന്ന് മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ മുന്നേ കൂട്ടി തന്റെ പ്രവാചകന്മാരിലൂടെ വിളിച്ചറിയിച്ചിരുന്നത് പോലെ താൻ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസത്തോളം തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് 40-ാം ദിവസം താൻ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുകയുണ്ടായി, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ വേണ്ടി പോകുന്നു. സ്ഥലമൊരുക്കിയാൽ ഞാൻ പിന്നെയും മടങ്ങി വന്ന് ഞാൻ നിങ്ങളെ ഞാൻ ഇരിക്കുന്നിടത്ത് ഇരുത്തുമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. ആ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്ന സമയം ആകാശത്തിൽ നിന്ന് ദൂതന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നത് നോക്കി നിന്ന പുരുഷന്മാരോട് ഇപ്രകാരം ചോദിച്ചു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ ക്രിസ്തു പോയതുപോലെ തന്നെ മടങ്ങി വരും. ഈ പകൽക്കാലം ഞങ്ങൾ ഈ ദേശത്ത് നിന്ന് വിളിച്ചു പറയുന്നു, അന്ന് സ്ഥലമൊരുക്കുവാൻ വേണ്ടി സ്വർഗാരോഹണം ചെയ്ത് കടന്നുപോയ ലോകരക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തു ഇതാ വേഗം മടങ്ങി വരുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി വിളിച്ചു പറയുകയാണ്. ആ യേശുവിന്റെ വരവിൽ
താങ്കൾക്ക് എടുക്കപ്പെടാൻ താങ്കൾ താല്പര്യപ്പെടുന്നെങ്കിൽ, ആ യേശു നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത സ്വർഗീയ പരദീസയിൽ ആ ദൈവത്തോടൊപ്പം നമുക്ക് വസിക്കണമെങ്കിൽ, പാപത്തിന്റെ നിത്യശമ്പളമാകുന്ന നിത്യമരണത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടണമെങ്കിൽ, നാം ഇവിടെ യാഗങ്ങളും ഹോമങ്ങളും കാഴ്ചകളും നേർച്ചകളും ഒന്നും കഴിച്ചതുകൊണ്ട് സാധ്യമല്ല. ആ യേശു എന്ന രക്ഷിതാവിനെ ഹൃദയം കൊണ്ട് നീതിക്ക് വേണ്ടി വിശ്വസിക്കുകയും അധരം കൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി ഏറ്റുപറയുകയും ചെയ്ത് താങ്കൾ ക്രിസ്തുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിച്ചാൽ താങ്കൾക്ക് പാപത്തിന്റെ ശമ്പളമാകുന്ന നിത്യമരണത്തിൽ നിന്നുള്ള രക്ഷ ഉണ്ട് എന്ന് ഞങ്ങൾ വ്യക്തമായി നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. വിശുദ്ധ തിരുവെഴുത്ത് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് വിശുദ്ധ തിരുവെഴുത്ത് അസന്നിഗ്ധമായി അടിവരയിട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിന്റെ വചനത്തിന്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മോട് വ്യക്തമായി പ്രസ്താവിക്കുകയാണ്. ഈ യേശുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിക്കുവാൻ താങ്കൾക്ക് കഴിയുന്നില്ല എങ്കിൽ, ഈ യേശു കാണിച്ചു തന്ന മാതൃക പ്രകാരം നിബന്ധന സ്നാനം സ്വീകരിച്ചുകൊണ്ട് ഒരു ദൈവവൈതലായി ജീവിക്കുവാൻ താങ്കൾക്ക് കഴിയുന്നില്ല എങ്കിൽ, ഈ യേശുവിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് വചനം അനുസരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, താങ്കൾ നിത്യമായ ശിക്ഷാവിധിക്ക് യോഗ്യനായി മാറുമെന്ന് ഈ പ്രഭാതത്തിൽ ഇവിടെ നിന്നുകൊണ്ട് ശിഹാബുദ്ദീൻ വിളിച്ചു പറയാൻ താല്പര്യപ്പെടുകയാണ്. ആ യേശുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിക്കുവാൻ താങ്കൾ തയ്യാറാണോ? വിവിധമാകുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ഒരുപക്ഷെ താങ്കൾ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. തലമുറയെ ചൊല്ലി, കടഭാരത്തെ ചൊല്ലി, ജീവിതത്തിനെ ചൊല്ലി സമാധാനമില്ലാതെ ദുഃഖത്തിൽ ആഴ്ന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ എങ്കിൽ, താങ്കളുടെ സകല പ്രശ്നങ്ങൾക്കും മറുപടി തരാൻ കഴിയുന്ന ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ താങ്കൾ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി പ്രസ്താവിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞങ്ങൾ പറയട്ടെ, ഒരു വ്യക്തിയുടെ രക്ഷ വ്യക്തിപരമാണ്. ഈ കേൾക്കുന്ന സമയം താങ്കൾ യേശുവിനെ രക്ഷിതാവും ദൈവമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ താങ്കളുടെ ആത്മാവിന്റെ രക്ഷ താങ്കൾക്ക് 100% കൈവരിക്കുവാൻ കഴിയുകയാണ്. ആത്മാവിന്റെ രക്ഷ പ്രാപിച്ചെടുത്ത ഒരു വ്യക്തിക്ക്, അഥവാ യേശുക്രിസ്തുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ഒരു പ്രത്യാശയുള്ളത്, ആ യേശു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ആ ദൈവത്തിന്റെ സഭയോടൊപ്പം സ്വർഗരാജ്യത്തിലേക്ക് എടുക്കപ്പെടുവാൻ ഇടയായി തീരും. നാം അന്നോളം ചെയ്തിരുന്ന പാപത്തിന്റെ ശമ്പളമാകുന്ന ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ആ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ യേശുവിടെ വന്നത് ഏതെങ്കിലും ഒരു മത സമൂഹത്തിന് വേണ്ടിയല്ല, ക്രിസ്ത്യാനിക്ക് വേണ്ടിയല്ല, മുസൽമാന് വേണ്ടിയല്ല, ഹിന്ദുവിന് വേണ്ടിയല്ല, യഹൂദന് വേണ്ടിയല്ല, യവനന് വേണ്ടിയല്ല, ബർബരന് വേണ്ടിയല്ല, സകല മാനവരാശിക്കും വേണ്ടി യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചു. സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ട് കാൽവറിയുടെ കൊലക്കളത്തിൽ 33 തിരുവയസ്സിൽ പരമയാഗമായി മാറി മുന്നേ കൂട്ടി പ്രവചിച്ചതുപോലെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ വസിക്കുന്ന ലോകരക്ഷിതാവിൽ അല്ലാതെ ലോകമാനവരാശിക്കൊരു രക്ഷയുമില്ല എന്ന് ഇവിടെ നിന്നുകൊണ്ട് അടിവരയിട്ടുകൊണ്ട് ശിഹാബുദ്ദീൻ വിളിച്ചു പറയാൻ താല്പര്യപ്പെടുക. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിപ്പാൻ ഇടയായി തീരും. മറ്റൊരുവനിലും രക്ഷയില്ല, മറ്റൊരുവനിലും രക്ഷയില്ല. എന്റെ പാപപരിഹാരത്തിനു വേണ്ടി നേർച്ചകളും കാഴ്ചകളും യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ നടത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. 2 പ്രാവശ്യം മക്കയിൽ പോയി ഉംറ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. 30 ദിവസം നോയമ്പെടുക്കുകയും ഒരു ദിവസം 5 നേരം നമസ്കരിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ പാപത്തിന് പരിഹാരം കണ്ടെത്തുവാൻ കഴിയാതെ, സമാധാനം ലഭിക്കുവാൻ കഴിയാതെ എന്റെ ജീവിതം നിരാശയിൽ അകപ്പെട്ടു പോയപ്പോൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച എന്നെ വീണ്ടെടുത്തത് ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ആ യേശുവായി എന്നെ രക്ഷിച്ചത്. താങ്കളെ രക്ഷിക്കുവാൻ ആ യേശുവിന് കഴിയും. താങ്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഒരവസരം യേശുവിന് താങ്കൾ കൊടുക്കുമെങ്കിൽ, താങ്കളുടെ ഏത് പ്രതിസന്ധികൾക്കും മറുപടി തരാൻ കഴിയുന്ന, താങ്കളെ രക്ഷിക്കുവാൻ കഴിയുന്ന യേശു എന്നാൽ നല്ല ഇടയൻ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ഒരു നിമിഷം ആ യേശുവിന്റെ പാതാരബന്ധങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് സമർപ്പിക്കാമോ? നിങ്ങളെ അമ്മയെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ആ ലോകരക്ഷിതാവിൽ ആശ്രയിക്കുക. ലജ്ജിച്ചു പോകാൻ അവിടുന്ന് അനുവദിക്കുന്ന ദൈവമല്ല.
നമ്മെ രക്ഷിക്കാമെന്ന് വാക്ക് പറഞ്ഞെങ്കിൽ വാക്കുമാറുന്നൊരു ദൈവമല്ല. രക്ഷിപ്പാൻ കഴിയുന്ന ആ സർവശക്തനിലേക്ക് നാം ആശ്രയിക്കുക. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശുവെന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് അസന്നിഗ്ധമായി ശിഹാബുദ്ദീൻ ദേശത്ത് നിന്ന് വചനത്തോട് ചേർന്നുകൊണ്ട് വിളിച്ചു പറയുന്നു. വിശ്വസിക്കാൻ താങ്കൾ തയ്യാറാണെങ്കിൽ നിത്യരക്ഷ പ്രാപിക്കുന്നവരോടൊപ്പം ആ നിത്യതയിലേക്ക് എടുക്കപ്പെടുവാൻ ഇടയായി തീരും. അല്ല എങ്കിൽ നിത്യമായ നാശത്തിലേക്ക് നാം തള്ളപ്പെടുവാൻ ഇടയായി തീരും. ഏത് വേണമെന്ന് താങ്കൾക്ക് തീരുമാനിക്കാം. ഏതും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ട്. ഏറ്റെടുക്കുന്നെങ്കിൽ നിത്യരക്ഷയിലേക്ക് താങ്കളെ അവകാശിയാക്കി മാറ്റുവാൻ യേശുവെന്ന രക്ഷിതാവ് ആഗ്രഹിക്കുക. ഞങ്ങൾ ഈ ദേശനിവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. പ്രിയ കർത്തദാസൻ സാം അവர்கள் ദേശത്ത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഡ്രൈവേഴ്സ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ദൈവമേ, ശബ്ദം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിന്റെ സത്യം, വചനത്തിന്റെ സത്യം ദേശത്തോട് വിളിച്ചറിയിക്കുവാൻ അങ്ങയുടെ ദാസന്മാരെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ അടിമകളായി സമാധാനമില്ലാതെ ഞങ്ങളുടെ കേരളം ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകൾ ഉളവാക്കുന്ന തലമുറകളായി കാലഘട്ടമായി ഈ ദേശം, ഞങ്ങളുടെ സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നിലകളിൽ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് പരിവർത്തനം വരുത്തിയ, മാറ്റം വരുത്തിയ സത്യസുവിശേഷം ഞങ്ങൾ ഈ ദേശത്ത് പ്രവേശിച്ചത് അനേകരുടെ ജീവിതത്തിൽ രൂപാന്തരത്തിനും അനുഗ്രഹത്തിനും കാരണമാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മുറവിളികൾ ഒരു ഭവനങ്ങളിലും ഉയരാതെ, കണ്ണുനീരുകൾ ഒരു വീടിനെയും തകർത്തു കളയാതെ, മദ്യപാനമോ മയക്കുമരുന്നുകളോ സാമൂഹിക തിന്മകളോ ഒരു തലമുറയും തകർത്തു കളയാതെ ഞങ്ങളിവിടെ ഉയർത്തിയ സുവിശേഷ സത്യം സ്വാതന്ത്ര്യം വരുത്തുന്ന പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ അത് സാക്ഷാൽ സ്വതന്ത്രമായിരിക്കുമെന്ന് തിരുവചനം പറയുന്ന ദൈവിക സ്വാതന്ത്ര്യം പെരുന്നാട് മടത്തുമൊഴി ദേശനിവാസികൾക്കുണ്ടാകേണ്ടതിന് ദൈവദാസന്മാരെന്ന നിലയ്ക്ക് ഈ പബ്ലിക് സ്ഥലത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേൾക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഞങ്ങളുടെ സഭ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നു. യേശുക്രിസ്തു രാജാവായി വേഗം മടങ്ങി വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ദേശമേ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.